അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൈന്യവും ഷെയ്ഖാൻ എന്ന സ്ഥലത്തെത്തി. ഉഹദിൻ്റെ ഏതാണ്ട് അടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ് ഷെയ്ഖാൻ. അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരോടും നിൽക്കാൻ ആവശ്യപ്പെടുകയും പിന്നെ തൻ്റെ സേനയെ വിഗഹമായി ഒന്ന് വീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു, ജിഹാദിൻ്റെ ആവേശത്തിൽ പ്രേരിതരായ കുറേ വളരെ ചെറിയ കുട്ടികൾ അവരെ കൊണ്ട് കഴിയുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് വലിയ താല്പര്യത്തോടെ വീറോടെ വാശിയോടെ യുദ്ധത്തിന് വന്നിട്ടുണ്ട്. നബിയോടൊപ്പം പുറപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ വളരെ ചെറിയ കുട്ടികളാണ്. നമുക്ക് ആളെ ആവശ്യമുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ നൈതികമായി ചില കാര്യങ്ങൾ യുദ്ധത്തിൻ്റെ കമാൻഡർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് യുദ്ധത്തിന് മാനസികമായോ ശാരീരികമായോ ശേഷിയില്ലാത്തവരെ കൊണ്ടുവരാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറേ ആൾക്കാരുടെ പേര് വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീയും നിങ്ങൾക്കാർക്കും യുദ്ധത്തിനാവശ്യമായ ശാരീരികമായ ബലമില്ല, മാനസികമായ ബലമില്ല, അതിനുള്ള പ്രായമായിട്ടില്ല. നിങ്ങൾക്ക് മറ്റൊരവസരത്തിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇറങ്ങാം. അങ്ങനെ അവരെ മടക്കി അയച്ചു. അബ്ദുല്ലാഹി ബിൻ ഉമർ അൽ ഖത്താബ്, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഉസൈദ് ബിൻ ലുഹൈർ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അൽ അൻസാരി, അതുപോലെ തന്നെ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു, ഉറാബത്ത് ബിൻ അൽ ഔസ് റളിയല്ലാഹു അൻഹു, അംറു ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ ഹാരിസ. ഈ സെയ്ദ് ബിൻ ഹാരിസ എന്ന് പറയുന്നത് അൻസാരിയായ, അല്ലാതെ നമ്മൾ സാധാരണ ചരിത്രത്തിൽ എപ്പോഴും കടന്നു വരുന്ന സെയ്ദ് ബിൻ ഹാരിസത്തുൽ കൽബി റളിയല്ലാഹു അൻഹു അല്ല, അൻസാരിയായ സെയ്ദ് ബിൻ ഹാരിസ, മസ്ഊദ് ബിൻ ഹബ്ബ, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പേരെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ മടക്കി അയച്ചു. അവർക്കെല്ലാവർക്കും വലിയ വേദനയുണ്ടായിരുന്നു, എല്ലാവർക്കും വലിയ വിഷമമുണ്ടായിരുന്നു, മടങ്ങിപ്പോകാൻ പലർക്കും വിമുഖതയും ഉണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യുദ്ധം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, അത് വലിയവരുടെ കാര്യമാണ്. നിങ്ങൾക്ക് അതിനുള്ള കായികക്ഷമത എത്തിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ തിരിച്ചയച്ചു. അതേ സമയത്തിൽ ഏതാണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു, ഏതാണ്ട് അവരുടെ ഒരു സമപ്രായക്കാരൻ തന്നെ, റാഫിഅ ബിൻ ഖദീജ്. റാഫിഅ ബിൻ ഖദീജ് കുട്ടിയായിരുന്നു എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റാഫിഅനെ മടക്കി അയച്ചില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചരിത്രകാരന്മാർ പറയുന്നത്, അനുമാനിക്കുന്നത്, റാഫിഅ സമർത്ഥനായ ഒരു അമ്പെയ്ത്ത് വിദ്യക്കാരനായിരുന്നു എന്നാണ്. അതുകൊണ്ട് റാഫിഅനോട് താൻ ഒപ്പം പോന്നോളൂ, കാരണം പ്രായത്തിൽ കുറവാണ് എങ്കിലും ശാരീരികമായ വളർച്ച എത്തിയിട്ടില്ലെങ്കിലും യുദ്ധത്തിന് വളരെ ആവശ്യമായ ഒരു കഴിവ് റാഫിഅനുണ്ടല്ലോ. ആ കഴിവിനെ പരിഗണിച്ചു. സ്കില്ലുകളെ എപ്പോഴും പരിഗണിക്കേണ്ടത് ഒരു യുദ്ധ കമാൻഡറുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്, അല്ലെങ്കിൽ കടമയാണ്. പക്ഷേ അപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, മടക്കി അയക്കപ്പെട്ടവരൊക്കെ തന്നെയും നിരാശയിലായിരുന്നു. അവർക്കൊക്കെ അതിൽ വേദനയും വിമിഷ്ടവും ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാനുള്ള ന്യായം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി പറഞ്ഞത് അവർ കേട്ടു. പക്ഷെ റാഫിഅ ബിൻ ഖദീജിനെ നബി സൈന്യത്തിൽ സ്വീകരിച്ചപ്പോൾ അതേ പ്രായക്കാരനായ സമുറ ബിൻ ജുന്ദുബ് മുന്നോട്ട് വന്നു. നബിയെ, റാഫിഅൻ്റെ മിടുക്കൊക്കെ എനിക്കുമുണ്ട്. അന അഖ്വ മിൻ റാഫിഅ, റാഫിഅനേക്കാൾ ശക്തനാണ് ഞാൻ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പിന്നെ നബി കുട്ടികളിലേക്ക് ഇറങ്ങി വന്നു. കുട്ടികളുടെ വർത്തമാനം, ശരി, എന്നാൽ നീ അത് തെളിയിക്ക്. നീയും റാഫിഅയും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടത്തൂ, ഞാനൊന്ന് കാണട്ടെ ആരെയാണ് വിജയിക്കുക എന്നത്. ശരി നബിയെ, അവർ സമ്മതിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും നബിയുടെ മുമ്പിൽ വെച്ച് ചെറിയൊരു മൽപ്പിടുത്തം നടത്തി.
മൽപ്പിടുത്തത്തിൽ പറഞ്ഞതുപോലെ തന്നെ സമുറ ബിൻ ജുന്ദിബ് വളരെ സമർത്ഥനായിരുന്നു, വളരെ ധീരനായിരുന്നു. അതുകൊണ്ട് അനായാസം റാഫിയ ബിൻ ഖദീജിനെ സമുറ പിടിച്ചു കെട്ടി മലർത്തിയടിച്ചു. നബി രണ്ടുപേരോടും പുഞ്ചിരിച്ചു, രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പോന്നുകൊള്ളൂ എന്ന്. സൈന്യത്തെ സജ്ജമാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ സൗകര്യപ്രദമായ ഒരു സ്ഥലം കിട്ടി. ആ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്ക് ഇന്നത്തെ രാത്രി ഇവിടെ തമ്പടിക്കാം. എല്ലാവരും സമ്മതിച്ചു. അതേതാണ്ട് ഉഹദിൻ്റെ സമീപ പ്രദേശം തന്നെയാണ്, പക്ഷേ ഇരുട്ട് വീണ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അത്ര തന്നെ വ്യക്തമായി കാര്യങ്ങളൊന്നും കാണാൻ കഴിയുമായിരുന്നില്ല. എന്തായിരുന്നാലും ഇന്ന് അവിടെ തമ്പടിക്കാമെന്ന് പറഞ്ഞു. സഹാബിമാരും നബിയും എല്ലാം അവിടെ തമ്പടിച്ചു. പക്ഷേ യുദ്ധത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഒരു സേനയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്രോളിംഗ് ജോലിക്ക് വേണ്ടി, റോന്ത് ചുറ്റാൻ വേണ്ടി, സുരക്ഷാ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ 50 പേരടങ്ങുന്ന ആ സംഘത്തിൻ്റെ നേതാവ്. അദ്ദേഹം വളരെ സമർത്ഥനായിരുന്നു. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു അംഗരക്ഷകനെ തന്നെ നിയോഗിക്കുകയും ചെയ്തു. അത് ദക്വാൻ ബിൻ അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ആ രാത്രി നബിയും സഹാബിമാരും അവിടെ കഴിച്ചുകൂട്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.